മണാലിയുടെയും കുളുവിൻ്റെയും ഇടയിൽ ഹിമാലയത്തിൻ്റെ മടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഗ്രാമമുണ്ട്, നഗർ. നഗറിലേക്കുള്ള ഈ ഒരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലർക്കും ഇതൊരു ചെറിയ ഹിൽ സ്റ്റേഷൻ ഗ്രാമം മാത്രമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ചരിത്രവും രാജകീയ പാരമ്പര്യവും കലയും ആത്മീയതയും പ്രകൃതിയും ഒത്തുചേർന്ന് ജീവിക്കുന്ന ഒരു ഹിമാലയൻ കഥയാണ്. മണാലിയുടെ ഈ ഒരു യാത്രാ സീരീസിൽ നമ്മുടെ ലാസ്റ്റ് ഡേയിൽ നമ്മൾ സെക്കൻഡ് പോയതും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നേ കണ്ട ഒരു സ്ഥലം കൂടിയാണ് നഗർ. അപ്പോൾ എനിക്ക് നഗറിനെ പറ്റിയുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയത് ഈ പറഞ്ഞ പോലെ റീൽസും അതുപോലെ യൂട്യൂബിലെ ഓരോ വീഡിയോസും ഒക്കെ കണ്ടിട്ട് തന്നെയാണ്. എന്റെ മോനെ, അയ്യോ സീൻ, അയ്യോ നമ്മളില്ലേ മൂന്നാറിന്ന് വട്ടവടയ്ക്ക് പോകുമ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്വിറ്റ്സർലൻഡ് വൈബ് റോഡ് കിട്ടും. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു സ്വിച്ച് ഉണ്ട്, പൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് റോഡ്, അതുപോലുണ്ട്. പക്ഷെ അതിലും രസമുണ്ട് ഇത് കാണാൻ. എന്നുവെച്ചാൽ അവിടെ പൈൻ ഫോറസ്റ്റ് കുറച്ചുകൂടെ റെഡ് കളർ വരും മരത്തിൽ. പക്ഷെ ഇതൊരു ഈ ഒരു കളർ സ്കീം നോക്കിയേ, നമ്മൾ മറ്റേ ഇംഗ്ലീഷ് പടത്തിൽ ഒരു ഗ്രേഡിങ് ഉണ്ടല്ലോ, അതുപോലൊക്കെ. അതെ, ഇവിടെ കഫേ ഉണ്ട് കണ്ടോ. ഓ മോനെ, ഈ റൂട്ട് കണ്ടു, സീൻ. ഓ ഇവിടെ താഴോട്ടാ കേട്ടോ, കൊള്ളാം. അപ്പം നല്ല തണുപ്പായിരിക്കും. നഗർ വില്ലേജാ, നമ്മുടെ ഈ വട്ടവട എന്നൊക്കെ പറയുന്ന പോലെ. ബിയാസ് നദിയെ മുകളിൽ നിന്ന് നോക്കി നിൽക്കുന്ന മലഞ്ചെരുവിലാണ് നഗർ സ്ഥിതി ചെയ്യുന്നത്. മണാലിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ എങ്കിലും അവിടുത്തെ അന്തരീക്ഷം പൂർണ്ണമായും വ്യത്യസ്തമാണ്. തിരക്കേറിയ മണാലിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നഗർ ഇന്നും ശാന്തമാണ്, പതുക്കെ ശ്വസിക്കുന്ന ഒരു പഴയ ഹിമാലയ ഗ്രാമം പോലെ. ഒരു കാലത്ത് നഗർ വെറും ഗ്രാമമല്ലായിരുന്നു, കുളു രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. ഏകദേശം 1400 വർഷത്തോളം ഈ മലഗ്രാമം രാജാക്കന്മാരുടെ ഭരണകേന്ദ്രമായി നിലകൊണ്ടിരുന്നു. ഈ ഉയരത്തിൽ നിന്ന് മുഴുവൻ താഴ്വരയും നിരീക്ഷിക്കാൻ കഴിയുന്നതിനാൽ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കാനും ഭരണത്തിനും നഗർ ഏറ്റവും അനുയോജ്യമായ സ്ഥലവും കൂടിയായിരുന്നു. മണാലിയിലെ ആ ഒരു തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലൊക്കെ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു നഗർ വില്ലേജ്, നഗറിലേക്കുള്ള ഈ ഒരു ബൈക്ക് റൈഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഒരു ബൈക്ക് എടുത്ത് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. നേരെയാണോ? നഗർ നഗർ ഇന്നും നഗറിൻ്റെ ഹൃദയമായി നിലകൊള്ളുന്നത് നഗർ ക്യാസിലാണ്. 15-ാം നൂറ്റാണ്ടിലെ രാജാവ് സിംഗ് നിർമ്മിച്ച ഈ കോട്ട ഹിമാലയൻ കത്സുനി ശൈലിയിലെ വാസ്തുവിദ്യയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. മരവും കല്ലും മാറി മാറി ചേർത്ത് സിമൻറ്റ് പോലും ഉപയോഗിക്കാതെ നിർമ്മിച്ച ഈ കോട്ട നൂറുകണക്കിന് വർഷങ്ങളായി മലകളെ നേരിട്ട് ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്നു. നഗറിലേക്കുള്ള യാത്ര അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യാത്ര തന്നെയാണ്. കാരണം റോഡ് ഈ പറഞ്ഞ ചില സ്ഥലങ്ങളിലും മാത്രമേ ഉള്ളൂ ഇങ്ങനെ മോശമായിട്ടൊക്കെ ഉള്ളത്. നമ്മൾ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ സേതൻ വില്ലേജിൽ പോയ അത്രയും കട്ടറോ കാര്യങ്ങളൊന്നും ഈ റോഡിലോ ഈ ഒരു യാത്രയിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ
നമുക്ക് എങ്ങനെയുള്ള ഒരു മോശം റോഡ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. भैया नगर आगे भी है यहाँ से 2 किलोमीटर. 2 किलो. ഗൂഗിൾ മാപ്സിൽ കറക്റ്റായിട്ട് ആ ഒരു റൂട്ട് നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിലും ചില സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരും. ചില സ്പ്ലിറ്റായിട്ടൊക്കെ റോഡ് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഡൗട്ടൊക്കെ അടിക്കും, കാരണം അങ്ങനെ തന്നെയാണോ പോകേണ്ടത് എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ വളരെയധികം കുറച്ച് സങ്കടത്തോടു കൂടി തന്നെയായിരുന്നു ആ ഒരു യാത്ര പോയത്. കാരണം അന്നേ ദിവസം തിരിച്ച് നാട്ടിലേക്ക് പോകണമല്ലോ എന്നും ഈ ഒരു സ്ഥലങ്ങളൊക്കെ വിട്ടിട്ട് പോകണമല്ലോ, ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ നഗർ വില്ലേജ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു നഗറിൻ്റെ ഒരു ചെറിയൊരു സിറ്റി പോർഷൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ സത്യം പറഞ്ഞാൽ നഗറിൽ നമുക്ക് കാണാനായിട്ടുള്ളത് ശരിക്കും ഒരു നഗർ ക്യാസിൽ, ഞാൻ മുന്നേ പറഞ്ഞ നഗർ ക്യാസിലാണ്. പക്ഷേ അതിൻ്റെ ഒരു ടൈം പീരീഡ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് 5 മണി വരെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേനും അത് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിത് ശരിക്കും നഗർ ക്യാസിൽ കാണാൻ വേണ്ടി മേളിലേക്ക് കയറി പോവാണ്. പക്ഷേ നിങ്ങൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നേരത്തെ പോവുകയാണെന്നുണ്ടെങ്കിൽ നഗർ ക്യാസിൽ കാണാനൊക്കെ ആയിട്ട് സാധിക്കും. സത്യം പറഞ്ഞാൽ ആ മണാലിയിൽ നിന്നൊക്കെ നമ്മൾ മാറുമ്പോൾ ഒരു പക്ക ഒരു ഹിമാചലിൻ്റെ വൈബൊക്കെ തരുന്നൊരു ഫീലുള്ളത് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോസിൽ കണ്ട കൂട്ടത്തെ വില്ലേജസിൽ പോകുമ്പോൾ തന്നെയാണ്. കാരണം ആ ഹിമാചലിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വീടുകളും ആൾക്കാരുടെ ഒരു കൾച്ചറും ഫുഡും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെയൊക്കെ തന്നെ പോകണം. ചില യാത്രകളിൽ അങ്ങനെയാണ്. എല്ലാ യാത്രയിലും നമുക്കുണ്ടാവും ചില സ്ഥലങ്ങൾ നമ്മളൊന്ന് വണ്ടറടിച്ച് അല്ലെങ്കിൽ ലോസ്റ്റായി നിന്ന് പോകുന്നത്. അതായത് പ്രകൃതിയുടെ ആ ഒരു ഭംഗിയും ആ ഒരു ഡെപ്തും ഒക്കെ കണ്ട് നമ്മളൊന്ന് സൈലൻ്റായി പോകുന്ന, മൈൻഡൊക്കെ ഭയങ്കര റിലാക്സായി ഒന്ന് വോയിഡായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെയൊക്കെയുള്ളൊരു റൂട്ടാണ് ഈ ഒരു നഗറിലേക്കുള്ള യാത്ര. ഈ ഒരു നമ്മുടെ ആ ഒരു സന്ധ്യാസമയം, ആ ഒരു സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു ടൈമും ആ ഒരു ബൈക്കിലുള്ള ഒരു യാത്രയും ആ മണാലിയിലെ ആ ഒരു തണുപ്പും ഒക്കെ ആയിട്ട് ആ ദേവദാരു മരങ്ങൾക്കിടയിലൂടെ നമ്മളിങ്ങനെ പോകുന്നതും തിരക്കൊന്നും ഇല്ലാത്ത ആ ഒരു അവസ്ഥയൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. ഈ ഒരു കംപ്ലീറ്റ് മണാലി സീരീസിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റഡ് അല്ലെങ്കിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി തോന്നിയ ഒരു റൈഡായിരുന്നു നമ്മുടെ ഈ ഒരു നഗറിലേക്കുള്ള യാത്ര. കാരണം എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ട് ഒളിഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ എന്തൊക്കെയോ കഥകൾ പറയാനുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയോ ചരിത്രങ്ങളുള്ള ഒരു സ്ഥലം പോലെയൊക്കെ നമുക്ക് ഈ ഒരു നഗറിലേക്കുള്ള യാത്രകൾ ഫീൽ ചെയ്യും. അവിടുത്തെ മനുഷ്യരാണെങ്കിലും ഭയങ്കര സൈലൻ്റാണ്. അവിടുത്തെ ഒരു രീതികളാണെങ്കിലും ഒക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു മറ്റ് ക്രൗഡഡ് പ്ലേസിൽ പോകുന്നതിനേക്കാളും എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഈ സ്ഥലത്തിനുള്ളതുപോലെ എനിക്കും ഞങ്ങൾക്ക് 2 പേർക്കും തോന്നി. അത് ഞങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തായിരുന്നു. അങ്ങനെ നഗർ ക്യാസിലിൽ കാണാൻ പറ്റാത്ത ആ ഒരു വിഷമത്തിലായിരുന്നു ഞങ്ങൾ ഇരുന്നപ്പോഴാണ് ഗൂഗിളിൽ ജസ്റ്റ് അവിടെ പിന്നെ നഗറിൽ എന്താണ് സ്പെഷ്യലായിട്ട് കാണാനുള്ളതെന്ന് സെർച്ച് ചെയ്തപ്പോഴായിരുന്നു നമുക്ക് ജന വാട്ടർഫോൾസിനെ പറ്റി അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഒരു യാത്ര നമ്മൾ ശരിക്കും ജന വാട്ടർഫോൾസിലേക്ക് പോകുന്ന യാത്രയായിട്ട് തന്നെ പിന്നെ മുന്നോട്ടേക്ക് നീങ്ങി തുടങ്ങി. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കിടിലൻ ഒരു റൈഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഈ ജന വാട്ടർഫോൾസിലേക്ക് പോകുന്തോറും നമ്മുടെ ഹൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലേക്ക് നമ്മൾ ആൾട്ടിറ്റ്യൂഡിലേക്ക് കയറുവാണ്. പിന്നെ തണുപ്പിൻ്റെ ആ ഒരു കാഠിന്യം മാറും. അങ്ങനെ എന്തായാലും ജന വാട്ടർഫോൾസ് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ പിന്നെ അതിനു വേണ്ടിയാണ് ഈ ഒരു യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നഗർ ചരിത്രത്തിൽ മാത്രം പ്രശസ്തമല്ല, ആത്മീയതയിലും ഏറെ സമ്പന്നമാണ്. ത്രിപുര സുന്ദരി ക്ഷേത്രം, ഗൗരി ശങ്കർ ക്ഷേത്രം, ജഗദീപട്ട് ക്ഷേത്രം പോലുള്ള പുരാതന ദേവാലയങ്ങൾ ഇന്നും ഇവിടെ ജീവിക്കുന്നു. കുളു താഴ്വരയിലെ പ്രാദേശിക ദൈവവിശ്വാസങ്ങളും ഇന്നും ഗ്രാമജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ ആളുകൾ ദൈവങ്ങളെ വെറും പ്രതീകങ്ങളായി കാണുന്നില്ല, ഗ്രാമങ്ങളുടെ യഥാർത്ഥ രക്ഷകരായി തന്നെയാണ് വിശ്വസിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിൽ റഷ്യൻ ചിത്രകാരനും തത്വചിന്തകനുമായ നിക്കോളാസ് റോറിച്ച് നഗറിലെത്തി താമസിച്ചിരുന്നു.
ഹിമാലയത്തിൻ്റെ ആത്മീയതയും നിശബ്ദതയും അദ്ദേഹം ആഴത്തിൽ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് പിന്നീട് റോറിച്ച് ആർട്ട് ഗാലറിയായി മാറി. ഇന്നും അവിടെ ഹിമാലയത്തിൻ്റെ അതിമനോഹരമായ ചിത്രങ്ങളും പഴയ ഓർമ്മകളും സൂക്ഷിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് നഗർ കലാകാരന്മാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും യാത്രക്കാരുടെയും പ്രിയ സ്ഥലമായി മാറിയത്. ഇന്നത്തെ നഗർ പഴയ ഹിമാചലി സംസ്കാരവും ടൂറിസവും ചേർന്ന ഒരു മനോഹര ജീവിതമാണ്. ആപ്പിൾ തോട്ടങ്ങൾ, മരക്കെട്ടിടങ്ങൾ, ചെറിയ കഫേകൾ, മലവഴികൾ, മൂടൽമഞ്ഞ് നിറഞ്ഞ രാവിലെകൾ, ഇവയെല്ലാം ചേർന്നാൽ നഗറിനൊരു സ്വപ്ന സമാനമായ അന്തരീക്ഷം ലഭിക്കുന്നു. जना वाटरफॉल्स किलोमीटर में लगभग कितना किलोमीटर? 1 किलोमीटर। 1 किलोमीटर। ओ ट्रैकिंग है? ट्रैकिंग ही ऐसे ही है, वहाँ पर ढाबे डूबे थोड़ा है ना? हाँ, खाने खुने को मिलता है थोड़ा बहुत। ओ ജന വാട്ടർഫാൾസിലേക്കുള്ള വഴികളും പൈൻ മരങ്ങൾക്കിടയിലൂടെ പോകുന്ന നാരോ മൗണ്ടൻ റോഡ്സും പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്ക് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പലരും പറയുന്നത് മണാലി ഈസ് ഫോർ ടൂറിസം ബട്ട് നഗർ ഈസ് ഫോർ ഫീലിംഗ് ദ ഹിമാലയാസ്. മണാലി ഇന്ന് തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് ടൗണായി മാറിയപ്പോൾ നഗർ ഇന്നും തൻ്റെ ആത്മാവ് സംരക്ഷിച്ചിരിക്കുന്നു. ഇവിടുത്തെ സന്ധ്യകൾക്ക് ഒരു പ്രത്യേക നിശബ്ദതയുണ്ട്. രാവിലെകൾക്ക് ഒരു പ്രത്യേക തണുപ്പ്, മലകൾക്ക് ഒരു പ്രത്യേക പ്രസൻസ്. നഗർ വെറും ഒരു ഡെസ്റ്റിനേഷനല്ല, ചരിത്രവും പ്രകൃതിയും ആത്മീയതയും കലയും ഒത്തുചേർന്ന ഒരു അനുഭവമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ജന വാട്ടർഫാൾസിൻ്റെ അടുത്തൊരു ലൊക്കേഷനിലേക്ക് എത്തി. ഒരു ചെറിയൊരു ടൗൺ. അവിടെ നമുക്ക് അത്യാവശ്യം ചായയും ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ടൈപ്പ് ഒരു ടൗണിലേക്ക് എത്തി. വെൽക്കം ടു മണി. हाँ ओके जाओ बाद में घूम के आना फिर है ना। हाँ ठीक है प्लीज। ഓക്കെ എല്ലാവരുടെയും കട കയറിയിട്ടേ പോകുന്നുള്ളൂ. 150 രൂപയുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കയ്യിൽ 140 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വേറൊന്നുമല്ല, അവിടെ ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. भैया ये वाटरफॉल जना वाटरफॉल यही है? ओके कलाम. കാറ്റിൽ പറക്കുന്ന ഈ നിറങ്ങൾ അവ വെറും കൊടികളല്ല, അവിടെ ജീവിക്കുന്ന ആത്മാവിൻ്റെ സംഗീതമാണ്. നിശബ്ദത പോലും ഇവിടെ സംസാരിക്കുന്നു. മലകൾ മന്ദമായി കഥകൾ പറയുന്ന പോലെ. എൻ്റെ ബൈക്കും ഈ വഴികളും മറ്റൊന്നും വേണ്ടാത്ത ഒരു സ്വാതന്ത്ര്യം. തണുപ്പിൽ വിറയ്ക്കുന്ന കൈകളെക്കാളും ഇവിടുത്തെ കാഴ്ചകളാണ് ഹൃദയം കൂടുതൽ കുലുക്കുന്നത്. വെള്ളം താഴേക്ക് പതിക്കുന്ന ശബ്ദം മാത്രമല്ല, മനസ്സിനെ മുഴുവൻ ശബ്ദങ്ങളെയും കഴുകിക്കളയുന്ന ഒരനുഭവം. ഇവിടെ സമയം പതുക്കെ ഒഴുകുന്നു, വെള്ളച്ചാട്ടത്തിൻ്റെ നീരൊഴുക്കിനെ പോലെ. ചില കാഴ്ചകൾ ക്യാമറയിൽ പകർത്താം, പക്ഷെ ചില അനുഭവങ്ങൾ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കാൻ കഴിയും. ഈ യാത്ര അവസാനിച്ചാലും ഈ ഫീൽ ഇനിയും കുറേ കാലം മനസ്സിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും.
ഇപ്പോൾ ഈ വീഡിയോയ്ക്കും പിന്നിൽ വോയിസ് ഓവർ ചെയ്യുമ്പോഴും അതേ ഫീലിംഗ് തന്നെ എനിക്ക് ഉണ്ട്. ചില യാത്രകൾ അങ്ങനെയാണ്, ഒരു സ്ഥലത്തേക്കല്ലത്, നമ്മളെ തന്നെയാണ് കണ്ടെത്താൻ കൊണ്ടുപോകുന്നത്. മൂടൽമഞ്ഞ് തഴുകിയ ഈ തണുത്ത കാറ്റിൽ ഓരോ ശ്വാസവും വേറൊരു ലോകത്തിൻ്റെ ഓർമ്മ പോലെ തോന്നുന്നു. അങ്ങനെ മണാലി യാത്രയുടെ ഈ ഒരു വിശേഷങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു മണാലി സീരീസുമായിട്ട് അല്ലെങ്കിൽ ഹിമാചലിൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് ഒരു ദിവസം കാണാം. അങ്ങനെ രാത്രി 10 മണിയുടെ ബസ്സിന് മുന്നേ ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് മണാലിയിലെ നമ്മൾ എത്തിച്ചേർന്ന ആ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു സ്ഥലത്തു നിന്നും നമ്മൾ തിരിച്ച് യാത്ര പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ബൈ ബൈ.